കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഹിമാലയം. അന്നൊക്കെ വീടിന്റെ ജനാലകൾക്കപ്പുറം ദൂരെ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആ പർവ്വതരാജനെ കുറിച്ച് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഭൂമിയുടെ അറ്റത്തുള്ള ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഏതോ ഒരു മാന്ത്രിക ലോകമായിരുന്നു അന്ന് എനിക്ക് ഹിമാലയം. ഒരു ദിവസമെങ്കിലും അവിടെ എത്തണം. എൻ്റെ കൈകൾ കൊണ്ട് ആ മഞ്ഞിനെ തൊട്ടറിയണം. ആ പ്രകൃതിയുടെ ഭംഗി കണ്ണു നിറയെ ആസ്വദിക്കണം. അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ആ കുട്ടിക്കാലത്ത് സാമ്പത്തികമായും സാഹചര്യങ്ങൾ കൊണ്ടും അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദൂരെയുള്ള ഒരു സ്വപ്നമായിരുന്നു. കാലങ്ങൾക്കിപ്പുറം കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ആ വളഞ്ഞു പുളഞ്ഞ മലമ്പാതയിലൂടെ അഗാധമായ താഴ്വരകളെ സാക്ഷി നിർത്തി യാത്ര ചെയ്യുമ്പോൾ ഉള്ളിലൊരു വിറയലായിരുന്നു. പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങളും വിസ്മയത്തോടെ നോക്കിക്കാണുമ്പോൾ ഉള്ളിലെ ആ പഴയ കൊച്ചുകുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. സത്യത്തിൽ ഇന്നിവിടെ നിൽക്കുന്നത് മുതിർന്ന ഞാനല്ല, മറിച്ച് എൻ്റെ ഉള്ളിലെ ആ കുരുന്നാണ്. ആ മഞ്ഞിൽ കൈ ചേർത്ത് വെച്ചപ്പോൾ ആ തണുപ്പ് വെറുമൊരു ശാരീരികാനുഭൂതി മാത്രമായിരുന്നില്ല, അത് നേരെ പടർന്നത് ഹൃദയത്തിലേക്കായിരുന്നു. ആ നിമിഷം ശ്വാസമടക്കി ഞാൻ ആ ഹിമാലയൻ കാറ്റിനെ നെഞ്ചിലേക്ക് വാങ്ങി. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയ നിമിഷം. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര ആനന്ദവും സമാധാനവുമാണ് ഈ പ്രകൃതി ഇപ്പോഴെനിക്ക് തരുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ അതിനായി കൂടെ നിൽക്കും എന്ന് പറയുന്നത് എത്ര സത്യമാണ്. ജീവിതത്തിൽ ഇനി എത്രയൊക്കെ ഉയരങ്ങൾ കീഴടക്കിയാലും എത്രയൊക്കെ യാത്രകൾ ചെയ്താലും ഈ മഞ്ഞിന്റെ കുളിരും ഹിമാലയം തന്ന ഈ ബോധ്യവും ഞാൻ എന്നെന്നും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. കാരണം ഇത് വെറുമൊരു യാത്രയല്ല, ഇത് ജീവിതത്തിലെ വലിയൊരു അനുഭൂതിയാണ്.